ഡേറ്റയെ വളരെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ രണ്ടോ അതിലധികമോ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഥവാ ഒരു കളർ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് ഹീറ്റ് മാപ്പ്. എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. 2016 മുതൽ 2021 വരെയുള്ള 6 വർഷങ്ങളിൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 12 മാസങ്ങളിൽ ഓരോന്നിലും കേരളത്തിൽ നടന്ന റോഡ് അപകടങ്ങളുടെ എണ്ണമാണ് ഈ കാണുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ ഏത് കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് നടന്നതെന്നുള്ളത് ഈ ടേബിൾ കണ്ട് മനസ്സിലാക്കുക എളുപ്പമല്ല. എന്നാൽ ഈ ഡേറ്റ ഉപയോഗിച്ചൊരു ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ നോക്കുക. ഈ ഡേറ്റ ഉപയോഗിച്ച് ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, കളർ സ്കെയിൽസ്. ഇവിടെ വലതുവശത്ത് ഒരുപാട് കളർ സ്കെയിൽസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഈ ഓരോ കളർ സ്കെയിലിന് മുകളിലൂടെ പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ ആ കളർ സ്കെയിലിൻ്റെ പ്രിവ്യൂ ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ടേബിളിൽ കാണാം. ഇനി ഇവിടെ നിന്ന് റെഡ്, വൈറ്റ്, ഗ്രീൻ കളർ സ്കെയിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഈ ടേബിളിലെ ഏറ്റവും വലിയ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ റെഡ് കളറിലും ഏറ്റവും ചെറിയ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ ഗ്രീൻ കളറിലും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇതിനിടയിലുള്ള വാല്യൂസ് വൈറ്റ് കളറിലാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുക. അതായത് ഈ ഹീറ്റ് മാപ്പിൽ ഒരൊറ്റ നോട്ടം നോക്കിയാൽ തന്നെ നമുക്കറിയാം 2020-ലെയും 2019-ലെയും ജനുവരി മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിരിക്കുന്നത്. അതേസമയം 2020-ലെ ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും കുറവ് ആക്സിഡൻറ്റ്സ് നടന്നത്. അവിടെ നിന്നങ്ങോട്ടുള്ള കുറച്ച് മാസങ്ങളിൽ അപകടങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വേരിയേഷൻ വന്നിരിക്കുന്നത്. 2021 മെയ് മാസം തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് മാസങ്ങളിലും ഈ ഒരു വേരിയേഷൻ കാണാം. ഇനി കമ്പയർ ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഈ ടേബിളിലുള്ള വാല്യൂസ് ഞാൻ വലതുവശത്തേക്ക് കോപ്പി ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക്, കോപ്പി, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ് ആസ് വാല്യൂസ്. നോക്കുക, വളരെ പ്ലെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡള്ളായിട്ടുള്ള ഈ ഡേറ്റയിൽ നിന്ന് ഒരു ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഉദാഹരണത്തിന് മറ്റൊരു പാറ്റേൺ നോക്കുക. എല്ലാ വർഷങ്ങളെയും ജനുവരി, മെയ്, ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞില്ല, ഇവിടെയുള്ള സംഖ്യകളെ ഹൈഡ് ചെയ്തുകൊണ്ട് ഈ ഹീറ്റ് മാപ്പ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്. ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സിൽ കസ്റ്റം, ഈ ഇൻപുട്ട് ബോക്സിൽ 3 സെമിക്കോളൻ എൻ്റർ ചെയ്യാം. ഓക്കെ, നോക്കുക, ഈ സെല്ലുകളിലെ സംഖ്യകൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. എക്സലിലെ കസ്റ്റം ഫോർമാറ്റിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവയെ ഹൈഡ് ചെയ്യുക മാത്രമാണ് നമ്മളിവിടെ ചെയ്തത്. വളരെ പെട്ടെന്ന് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. ലോകത്തിലെ പല രാജ്യങ്ങളിലെ ആവറേജ് ടെമ്പറേച്ചറാണ് ഈ ഹീറ്റ് മാപ്പിലുള്ളത്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം ഇന്ത്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ചൂട് കാലമാണ്. അതേസമയം ജർമ്മനി, റഷ്യ, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ തണുപ്പ് കാലാവസ്ഥയാണ്. മറ്റൊരു പാറ്റേൺ കൂടെ നോക്കുക. ഓസ്ട്രേലിയ, അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ചൂട് സമയമായിരിക്കും. അതേസമയം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ തണുപ്പ് കാലാവസ്ഥയാണ്. എക്സൽ പോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടും ഹീറ്റ് മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.